നമസ്കാരം. റഷ്യയെ ആക്രമണങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഇന്ത്യയുടെ കാലു പിടിച്ചിരിക്കുകയാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. കാരണം സാധാരണ എല്ലായിടത്തും ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പരിവേഷമിട്ട് ഒത്തുതീർപ്പിനായി എത്തുന്നത് സാധാരണ ട്രംപാണ്. എന്നാൽ ഈ ട്രംപിനെ കൊണ്ട് കാര്യമായ പ്രയോജനമില്ലെന്ന തിരിച്ചറിവെത്തിയോടെയാണ് ഉക്രൈൻ ഇന്ത്യയുടെ കാലു പിടിക്കാനെത്തിയത്. കാരണം റഷ്യയും ഇന്ത്യയും തമ്മിൽ നിലവിൽ നല്ല ബന്ധമാണ് കാത്തുസൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സമീപിച്ച് റഷ്യയെ ഒന്ന് സമാധാനപ്പെടുത്താൻ ഉക്രൈൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ ബന്ധപ്പെട്ട് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പരാതി പറഞ്ഞിരിക്കുന്നത്. ഉക്രൈൻ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും റഷ്യ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ചും സെലൻസ്കി മോദിക്ക് വിശദീകരിച്ചു നൽകിയെന്നാണ് വിവരം. റഷ്യയുമായുള്ള ഇന്ത്യയുടെ അടുത്ത ബന്ധം അമേരിക്ക ഉൾപ്പെടെ ഉയർത്തിക്കാട്ടുന്നതിനിടയിലാണ് ഈ പുതിയ സംഭവവികാസം. സപോരിഷ്യയിലെ ബസ് സ്റ്റേഷനിൽ ഇന്നലെ നടന്ന ആക്രമണത്തെക്കുറിച്ചും സെലൻസ്കി പ്രധാനമന്ത്രിയോട് പറഞ്ഞു. ഒരു സാധാരണ നഗരപ്രദേശത്ത് യാതൊരു പ്രകോപനവുമില്ലാതെയാണ് റഷ്യ മനഃപൂർവ്വം നടത്തിയ ബോംബാക്രമണത്തിൽ ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റുവെന്നാണ് ഉക്രൈൻ ആരോപിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര സാധ്യത നിലനിൽക്കുന്ന സമയത്ത് റഷ്യ വെടിനിർത്തലിന് സന്നദ്ധത പ്രകടിപ്പിക്കുന്നതിന് പകരം അധിനിവേശവും കൊലപാതകങ്ങളും തുടരാനുള്ള ആഗ്രഹം മാത്രമാണ് കാണിക്കുന്നതെന്നും സെലൻസ്കി മോദിയോട് പറഞ്ഞു. മോദിയോട് നടത്തിയ സംഭാഷണത്തിൽ ഉഭയകക്ഷി സഹകരണവും മൊത്തത്തിലുള്ള നയതന്ത്ര സാഹചര്യവും പോലും എല്ലാ പ്രധാന വിഷയങ്ങളും വിശദമായി ചർച്ച ചെയ്തു. നമ്മുടെ ജനങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഊഷ്മളമായ വാക്കുകൾക്ക് പ്രധാനമന്ത്രിയോട് താൻ നന്ദിയുള്ളവനാണെന്നും സെലൻസ്കി എക്സിൽ കുറിച്ചു. നമ്മുടെ സമാധാന ശ്രമങ്ങളെ ഇന്ത്യ പിന്തുണയ്ക്കുകയും ഉക്രൈനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉക്രൈൻ്റെ പങ്കാളിത്തത്തോടെ തീരുമാനിക്കണമെന്ന നിലപാട് പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് രീതികൾ ഒന്നും ഫലം നൽകിയില്ലെങ്കിലും റഷ്യയുടെ മേൽ വ്യക്തമായി സ്വാധീനമുള്ള ഓരോ നേതാവും മോസ്കോയിലേക്കും അനുബന്ധ സൂചനകൾ അയക്കേണ്ടത് പ്രധാനമാണെന്നും അദ്ദേഹം പറയുന്നു. റഷ്യക്കെതിരായ ഉപരോധങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും വിശദമായി ചർച്ച ചെയ്തുവെന്നാണ് വിവരം. ഈ യുദ്ധം തുടരുന്നതിന് ധനസഹായം നൽകാനുള്ള ശേഷി കുറയ്ക്കുന്നതിനും റഷ്യ ഊർജത്തിന്റെ പ്രത്യേകിച്ച് എണ്ണയുടെ കയറ്റുമതി പരിമിതപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്നും സെലൻസ്കി മോദിയോട് വ്യക്തമാക്കി. നേരത്തെ US ഉൾപ്പെടെ ഉയർത്തിയ അതേ വിഷയം തന്നെയാണ് ഉക്രൈൻ പ്രസിഡന്റ് മോദിയോട് ആവർത്തിച്ചത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഉക്രൈൻ യുദ്ധത്തിൽ പ്രതിഫലിക്കുന്നു എന്നാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ ആരോപണം. അതിനിടെ സെപ്റ്റംബറിൽ UN പൊതുസഭയ്ക്ക് വ്യക്തിപരമായ കൂടിക്കാഴ്ച നടത്തുവാനും സന്ദർശന കൈമാറ്റത്തിൽ പ്രവർത്തിക്കുവാനും സെലൻസ്കി പ്രധാനമന്ത്രിയും തീരുമാനിച്ചു. സംഘർഷം സമാധാനപരമായി പരിഹരിക്കുന്നതിനും എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ പിന്തുണ നൽകുന്നതിനുമുള്ള ഇന്ത്യയുടെ ഉറച്ചതും സ്ഥിരവുമായ നിലപാട് മോദി ചർച്ചയിൽ ആവർത്തിച്ചു. ഇക്കാര്യത്തിൽ സാധ്യമായ എല്ലാ പിന്തുണയും നൽകാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. മോദിയും ഇത് സംബന്ധിച്ച് എക്സ് പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനുള്ള തീരുവ 50% US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ച് ഇന്ത്യയ്ക്കുമേൽ ചുമത്തിയതിന് തൊട്ടു പിന്നാലെയാണ് റഷ്യൻ ഉപരോധങ്ങളെക്കുറിച്ചും ഊർജ്ജ കയറ്റുമതി പരിമിതപ്പെടുത്തുന്നതിനെക്കുറിച്ചും സൂചിപ്പിച്ച് ഉക്രൈനും രംഗത്ത് വന്നിരിക്കുന്നത്. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് ഈ വാങ്ങലുകൾ ആവശ്യമാണെന്ന് പറഞ്ഞ ഇന്ത്യ മറ്റ് രാജ്യങ്ങൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുമ്പോൾ ഇന്ത്യയെ ഒറ്റപ്പെടുത്തുന്നതിന് ട്രംപിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സെലൻസ്കിയുടെ ആവശ്യത്തോട് പൂർണ്ണമായി മുഖം തിരിക്കാതെ യുദ്ധപരിഹാരത്തിലെ ഉറച്ച പിന്തുണ ആവർത്തിക്കുകയാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച